നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണ്ണി മുകുന്ദൻ എന്നെ തല്ലി എന്ന് പറഞ്ഞിട്ട് ഉണ്ണി മുകുന്ദൻ്റെ മാനേജറായിരുന്ന ബിപിൻ കുമാർ എന്ന് പറയുന്നൊരു വ്യക്തി പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റുമായിട്ട് പോയിരിക്കുകയാണ്. സംഭവം തല്ലിയിട്ടൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ഗ്ലാസ് എടുത്ത് പിടിച്ച് ഉടച്ച് കളഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ വേറെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഉണ്ണി മുകുന്ദനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും പറയുന്നത്. പക്ഷേ ബിപിൻ എന്ന് പറയുന്നവന് എന്താണോ കിട്ടേണ്ടത് അത് കൃത്യമായിട്ട് അവൻ വാങ്ങിച്ചു എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ണി മുകുന്ദനെ എങ്ങനെയെങ്കിലും പ്രൊവോക്ക് ചെയ്യിക്കണം, അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കണം, അദ്ദേഹത്തെ ഒരു ദിവസമെങ്കിലും അറസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ പലരുടെയും അടുത്ത് നിന്ന് പല ഉപദേശങ്ങളും സ്വീകരിച്ച് വിപിൻ എന്ന് പറയുന്നവൻ എന്താണെന്ന് വെച്ചാൽ വിപിനെ പറ്റി പറയുകയാണെങ്കിൽ ഉണ്ണി മുകുന്ദൻ്റെ കൂടെ 2018 മുതലുണ്ടായിരുന്നു. ഈ വിപിൻ്റെ അച്ഛന് ഓപ്പറേഷനും ഇതൊക്കെ ആയിട്ട് ഒരുപാട് പൈസ വേണ്ടി വന്നിരുന്നു. അങ്ങനെ ഒരു കെട്ട് നോട്ട് കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു, എടാ ഇനിയും വേണമെങ്കിൽ പറഞ്ഞാൽ മതി എന്നാണ് ഉണ്ണി മുകുന്ദൻ പറഞ്ഞത്. ഒരു നടന്മാർ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അയാളെയാണ് ഇയാൾ ഇപ്പോഴും ചതിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ വിപിൻ എന്ന് പറയുന്ന ഈ മാനേജറെ കൊണ്ട് ഉണ്ണി മുകുന്ദന് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് കഥ പറയാൻ ഇയാളുടെ അടുത്തേക്ക് വരും, അതുപോലെ ഒരുപാട് പേര് കാണാൻ വേണ്ടിയിട്ട് വരും. പക്ഷേ വിപിൻ എന്ന് പറയുന്നവൻ എല്ലാവരെയും തടുത്തു നിർത്തുകയാണ് ചെയ്യുന്നത്. അവൻ പറയുന്നത് സമയമില്ല, അല്ലെങ്കിൽ ഡേറ്റ് ഇല്ല, 5 വർഷം കഴിഞ്ഞിട്ട് വരൂ. പണ്ട് മോഹൻലാലൊക്കെ പറയുന്നത് പോലെ 5ഉം 10ഉം വർഷം കഴിഞ്ഞിട്ട് വരൂ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഉണ്ണി മുകുന്ദൻ നോക്കുമ്പോഴെന്താ ഡേറ്റും വരുന്നില്ല, പടവും വരുന്നില്ല, ഇതൊന്നും വരുന്നില്ല. ഇതെവിടെയാണ് ബ്ലോക്കായത് എന്നുള്ള അന്വേഷണത്തിലായിരുന്നു ഉണ്ണി മുകുന്ദൻ. പിന്നീടെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആളെ മനസ്സിലായി. ആളുടെ പണി എന്ന് പറഞ്ഞാൽ പാരവപ്പാണ്. ചോറ് ഇവിടെയും കൂറ് അവിടെയും, ഇവിടെ നിന്ന് നല്ല രീതിയിൽ ഊണ് കഴിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ കൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പലർക്ക് വേണ്ടിയാണെന്നും ഉണ്ണി മുകുന്ദന് മനസ്സിലായി. അതോടുകൂടി തന്നെ എന്ന് പറഞ്ഞാൽ ഈ ബിബിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുമാത്രവുമല്ല, ഏതൊരു നടിയോട് പോയിട്ട് പറയുകയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഉണ്ണി മുകുന്ദനെ കല്യാണം കഴിക്കണമെന്ന്. ഇവൻ ആരാ? ഉണ്ണി മുകുന്ദൻ്റെ എന്താ പറയുക, അച്ഛനാ അല്ലെങ്കിൽ അമ്മാവനാ? ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഏതൊരു നടിയോട് പോയിട്ട് പറയുന്നു. എന്താണ് അതിൻ്റെ ആവശ്യം ഇവന്? അപ്പോൾ ഇവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അവിടെ എന്തോ ഒരു വലിയൊരു ലാഭം കണ്ടിരുന്നു. അതൊക്കെയാണ് ഇവന് ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ആരോപണവുമായിട്ട് ഇപ്പോൾ ഇവനൊക്കെ വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്കറിയാലോ, ഉണ്ണി മുകുന്ദനോട് ഒരുപാട് പേർക്ക് ശത്രുതയുണ്ട്. അതായത് ഒരു കോക്കസിലും അംഗമല്ല അയാൾ ഒരാളുടെ കൂടെയും കൂടത്തില്ല. അപ്പോൾ ആരുടെയും കൂടെയും കൂടാത്തത് കൊണ്ട് നമ്മുടെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുകൃഷിയാണ്. ഒരുപാട് പേര് കൂടിച്ചേരുന്ന ഒരു സംഭവമാണ്. ആ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരുത്തൻ, അതായത് ഞങ്ങളുടെ കൂടെ മറ്റവൻ കൂടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ എങ്ങനെയാണ് പാരവെക്കേണ്ടത് എന്ന് നോക്കുന്ന ആൾക്കാരാണ് നമ്മുടെ മലയാള സിനിമയിലുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുള്ള ഈ സിനിമയിൽ ബിബിനെ പോലെയുള്ള ഇത്തിൽക്കണ്ണികളുമുണ്ട്. അപ്പോൾ ഈ ബിബിനെ പോലെ ഇത്തിക്കണ്ണികൾ എന്താണ് ചെയ്യുന്നത്? തൻ്റെ സ്വന്തം ചോറിൽ തന്നെ മണ്ണ് വാരിയിടുകയാണ് ചെയ്തത്. അതാണ് ആലോചിക്കേണ്ടത്. ഇപ്പോൾ വിവൻ പറയുന്നില്ലേ, എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ വേറെ ആളുടെ കൂടെയും ഉണ്ട് എന്നൊക്കെ. പക്ഷേ ഇവനെ ഒരാൾ പോലും അടുപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നിപ്പോഴും ഈ അടീൻ്റെ പ്രശ്നം വന്നപ്പോഴും ഒരുപാട് പേരുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. അവന് 2 എണ്ണം കിട്ടേണ്ടത് തന്നെയാണ്, അവൻ അത്രക്ക് വലിയ ദ്രോഹി തന്നെയാണ്, അവൻ ശരിയല്ല എന്നുള്ള തരത്തിൽ ഒരുപാട് പേര്. ഒരു സംവിധായകൻ തന്നെ ഇപ്പോഴും എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ കഥയും കൊണ്ട് 3 വർഷത്തോളം ഇവൻ്റെ പുറകെ നടന്നു. ഉണ്ണി മുകുന്ദനെ പോയിട്ട് ഒരാളെ പോലും കാണിച്ചു തരാൻ ഇവൻ തയ്യാറായിട്ടില്ല. പോകുമ്പോഴൊക്കെ ഇവൻ പറയുന്നത് എന്താണ്? ഡേറ്റ് ഇല്ല, അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദൻ ഇല്ല എന്ന് മാത്രമാണ് ഇയാൾ പറയുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് നടന്മാരുടെ ഈ ഇതുപോലുള്ള ചാൻസുകൾ നശിപ്പിച്ചത് ഈ മാനേജർമാർ തന്നെയാണ്. അത് മമ്മൂട്ടീൻ്റെ ആയാലും മോഹൻലാലിൻ്റെ ആയാലും സുരേഷ് ഗോപിൻ്റെ ആയാലും ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ മാനേജർമാർ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഇവരെ ഒന്നും ഒരാളെ പോലും, അതായത് സംവിധായകരെയോ ഇല്ലെങ്കിൽ നിർമ്മാതാക്കളെയോ ഒന്നും ഇവരകത്തേക്ക് കടത്തിവിടത്തില്ല. എന്ത് കാര്യമുണ്ടെങ്കിലും ഇനിയിപ്പോൾ മമ്മൂട്ടിയെ നേരിട്ട് കിട്ടിക്കഴിഞ്ഞാൽ മമ്മൂക്ക് എന്താ പറയുക, ജോർജിനെ വിളിച്ചോളൂ എന്നാണ് പറയുക. അതുപോലെ തന്നെ ലാലേട്ടനെ കിട്ടിക്കഴിഞ്ഞാലോ ആൻ്റണിയെ വിളിച്ചോളൂ എന്നാണ് പറയുക. അതുപോലെ തന്നെയാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത്, വിപിനെ വിളിച്ചാൽ മതി, അയാളോട് സംസാരിച്ചാൽ മതി എന്ന്. വിപിൻ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് കുറേ നാളുകളായിട്ട് എന്ന് പറഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് ഉണ്ടായത്. ഇപ്പോഴും ഈ മാർക്കോ പോലെയുള്ള സിനിമകൾ വിജയിച്ചിട്ടുണ്ടെങ്കിലും തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് മറ്റൊരു സിനിമകൾ, അതായത് നല്ല സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടില്ല. പല സംവിധായകരും നല്ല കഥകളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉണ്ണി മുകുന്ദനിലേക്ക് എത്താത്തത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ കഥകൾ മറ്റുള്ള ഈ നടന്മാർക്ക് വേണ്ടിയിട്ട് കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോഴവരൊക്കെ എന്ന് പറഞ്ഞാൽ ഹിറ്റ് അടിച്ചിട്ടുമുണ്ട്. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ കഥകളൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന നടനിലേക്ക് വരേണ്ടതായിരുന്നു. അവിടെ പാര വെച്ചത് ആരാണ്? ഈ വിപിൻ എന്ന് പറയുന്നവൻ തന്നെയാണ്. അപ്പോൾ വിപിനെ പോലെയുള്ള ഇത്തിൽ കണ്ണികളായ മാനേജർമാരെ ഒരു കാരണവശാലും സിനിമാ ഫീൽഡിൽ അടുപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയും വലിയൊരു കൊലച്ചതി തന്നെയാണ് ചെയ്തത്. തൻ്റെ സ്വന്തം കഞ്ഞിയിൽ
താനും തൻ്റെ കുടുംബവും കുടിക്കുന്ന കഞ്ഞിയിലാണ് ഇയാൾ മണ്ണ് വാരിയിട്ടത് എന്നുള്ളതാണ്. ഇത്രയും നല്ലൊരു മനുഷ്യനെ, ഇത്രയും പാപമായ ഒരു മനുഷ്യനെ അയാളെ പറയുകയാണ് അയാൾക്ക് സിനിമയില്ലാത്തതുകൊണ്ട് അയാൾ ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. മാർക്കോ പോലെയുള്ള സിനിമകൾ നിർമ്മിച്ച് അതിൻ്റെ ലാഭവും വാങ്ങിച്ച് പോക്കറ്റിലിട്ട്, അതുപോലെ ഷെഫീഖിൻ്റെ സന്തോഷം, മാളികാപ്പുറം, ഇങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ നിർമ്മിച്ച് അതിൻ്റെ ലാഭം വാങ്ങിച്ച് പോക്കറ്റിലിട്ട ഉണ്ണി മുകുന്ദന് 2 സിനിമ ഇല്ലെങ്കിൽ അവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കിലോ തമിഴിലോ കന്നഡയിലോ പോയി കഴിഞ്ഞാൽ 2 കൈയും നീട്ടി സ്വീകരിക്കും. ഒരു കാര്യം ഞാൻ പറയാം, അവിടെയൊന്നും അഭിനയിക്കാൻ പോകാൻ ആ മനുഷ്യന് ശരിക്കും പറഞ്ഞാൽ സമയമില്ല. അതുകൊണ്ട് തന്നെയാണ് പല പ്രൊജക്റ്റുകളും ഒഴിവാക്കുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു വാരി സിനിമ ചെയ്യേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയായിരിക്കാം. പഴയതുപോലെയല്ല, അദ്ദേഹം ഒരു വാല്യൂ ഉള്ളൊരു സ്റ്റാറാണ്. അപ്പോൾ പഴയതുപോലെ സിനിമ എടുത്ത് പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എന്താ പറയുക, ഇത് പൊട്ടിക്കഴിഞ്ഞാൽ അത് വളരെ മോശം പ്രതിച്ഛായയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം തീരുമാനിച്ചത് ഇനി നല്ല സെലക്റ്റായിട്ടുള്ള സിനിമകൾ മാത്രമേ വേണ്ടൂ എന്നുള്ള തരത്തിൽ. അപ്പോൾ ഇവൻ ഇന്നലെ പറയുന്നത് കേട്ടു, സിനിമയില്ലാത്തതുകൊണ്ട് അയാൾക്ക് ഇങ്ങനെയാണ്, അയാൾ എല്ലാവരോടും പെരുമാറുന്നത് ഇങ്ങനെയാണ്, അയാളൊരു ക്രിമിനലാണ്, അല്ലെങ്കിൽ അയാളൊരു മാങ്ങാ തൊലിയാന്ന് നടന്ന്. അതേ എനിക്ക് പറയാനുള്ളൂ. ഈ ബിബിൻ എന്ന് പറയുന്നവൻ ആരാണ്? അവനെ നമ്മളെല്ലാവരും അറിയുന്നത് ഇന്നലെ ഈ പരാതി കൊടുത്തപ്പോഴല്ലേ, അല്ലാതെ ഒന്നും അറിയില്ലല്ലോ. സിനിമാക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബിബിൻ എന്ന് പറയുന്നവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ്റെ അന്തകം തന്നെയായിരുന്നു. ഇപ്പോഴും തിരിച്ചറിഞ്ഞത് നന്നായി. ഇനിയും കുറച്ചുകൂടി കഴിഞ്ഞിരുന്നുവെങ്കിലും എന്ന് പറഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ്റെ കാര്യം തന്നെ അവതാളത്തിലായേനെ. കാരണം അത്രയും നുണയാണ് ഈ മനുഷ്യൻ പറയുന്നത്, അത്രയും വേണ്ടാധീനമാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഒരുപാട് പേർക്ക് ഇത് സന്തോഷമുണ്ടായിരിക്കാം. കാരണം ഉണ്ണി മുകുന്ദനെ എങ്ങനെയെങ്കിലും പിടിച്ച് ജയിലിടാൻ കിട്ടിയ അവസരമാണ്. ഇല്ലെങ്കിൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിട്ടയർഡ് SP തന്നെ പറയുന്നത് എന്താണ്, ഈ ഉണ്ണി മുകുന്ദനെതിരെ ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കണം, മറ്റേതാക്കണം എന്നൊക്കെ. അതായത് ഒരു കണ്ണട കുത്തി പൊട്ടിച്ചതിന്. ഒരു കാര്യം നിങ്ങളെല്ലാവരും ആലോചിക്കുക, പോലീസുകാർ വരെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ CCTV നോക്കിയപ്പോഴേ അങ്ങനെ ആക്രമിക്കുന്നതായിട്ടുള്ള യാതൊന്നും കണ്ടുകിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഉണ്ണി മുകുന്ദനെ പിടിച്ച് അകത്തിടാനുള്ള വകുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവൻ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണമായിരുന്നു, ഇവൻ CCTV ഇല്ലാത്ത സ്ഥലത്ത് പോകണമായിരുന്നു. അതോട്ട് പോയതുമില്ല. ഇവൻ കൃത്യമായിട്ട് CCTVൻ്റെ മുന്നിൽ നിന്നിട്ടാണ് ഇവൻ്റെ സർക്കസ് മുഴുവൻ കാണിച്ചത്. ഏതായാലും അതുകൊണ്ട് ഉണ്ണി മുകുന്ദൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. നഷ്ടബാധിതരൊക്കെ കണ്ണടിയിട്ട് വരിക, കണ്ണടിയിട്ട് പിന്നെ മുഖത്തേക്ക് നോക്കി സംസാരിക്കുക. എവിടുത്തെ സംസ്കാരമാണ് ഇവനൊക്കെ പഠിച്ചത്? അപ്പോൾ ഇവൻ പറയുന്നത് എന്താ വെച്ചാൽ, ടോവിനോ തോമസ് എനിക്ക് തന്നതാണ് ഈ കണ്ണട, അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഉണ്ണി മുകുന്ദൻ ഇത് പൊട്ടിച്ച് കളഞ്ഞത് എന്നുള്ള തരത്തിലാണ് ഈ പിന്നെ എന്താ പറയുക ബിബിൻ എന്ന് പറയുന്നവൻ ഇങ്ങനെ പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അവൻ നല്ലോണം കരഞ്ഞു തീർക്കട്ടെ. അവന് നല്ല രീതിയിൽ അസൂയുണ്ട്, വിഷമങ്ങളുണ്ട്. അതായത് ഉണ്ണി മുകുന്ദനെ പോലെ എനിക്കാകാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദനെ പോലെ എനിക്ക് എങ്ങനെയെങ്കിലും സിനിമാ സ്റ്റാർ ആകണം എന്നുള്ള മോഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ടാണല്ലോ സിനിമയിൽ എത്തിപ്പെട്ടത്. അപ്പോൾ അതൊന്നും ആകാത്തതിൻ്റെ ഒരു വിഷമവും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ടീം വെളിയിലുണ്ട്. ഉണ്ണി മുകുന്ദനോട് ഭയങ്കരമായിട്ട് ശത്രുതയുള്ള ഒരുപാട് ടീമുകളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്നത് സംഖ്യയാണെന്ന് ധരിച്ചിട്ട് ഒരുപാട് പേര് ഉണ്ണി മുകുന്ദനെ വളരെ മോശമാക്കുന്നുണ്ട്. ഒരു കാര്യം, ഉണ്ണി മുകുന്ദൻ അയാളുടെ രാഷ്ട്രീയമോ അയാളുടെ ജീവിതമോ അയാളുടെ മതമോ അത് അയാളുടെ കാര്യമാണ്. പക്ഷെ നമ്മൾ അയാളെയല്ല, ഒരു മനുഷ്യനെ മാത്രം നോക്കിയാൽ മതി. ആ മനുഷ്യൻ എങ്ങനെയാണെങ്കിൽ അത് മാത്രം നോക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടുവിച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.